എല്ലാവർക്കും നമസ്കാരം. ഈ ചെടിയെക്കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോ ആണ്. ഒരു കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത്. പലരും ഈ ചെടിയെ ചീര എന്ന് വിശേഷിപ്പിച്ച് കാണുന്നു. എന്നാൽ ഇത് ചീരയല്ല, ഇതൊരു ഔഷധ ചെടിയാണ്. ചിലന്തി വിഷത്തിനും ശരീരത്തിൽ പൊങ്ങി വരുന്ന നിഴൽ പോലെയൊക്കെ പൊങ്ങി വരത്തില്ല, അതിനും പിന്നെ അലർജിക്കും ഒക്കെ വളരെ ഫലപ്രദമാണിത്. ഇതിൻ്റെ 2 ഇല എടുത്തിട്ട് ഉള്ളിൽ കഴിക്കുകയും 2 ഇല കയ്യിൽ വെച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് അസുഖമുള്ള ഭാഗത്ത് പുരട്ടുകയും ചെയ്താൽ അരമണിക്കൂർ കൊണ്ട് ആ അസുഖം മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത്രയ്ക്ക് അത്ഭുത സിദ്ധിയുള്ളൊരു ചെടിയാണിത്. ഇതിൻ്റെ മറ്റു ഗുണങ്ങളും പേരും എനിക്കറിയത്തില്ല. അതുകൊണ്ട് അത് അറിയുന്നവർ ദയവായിട്ട് കമൻ്റ് ഇടുക. അത് മറ്റുള്ളവർക്കും അറിയാത്തവർക്കത് ഗുണകരമായിരിക്കും. ഈ ചെടി എൻ്റെ വീട്ടിലുണ്ട്. ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ കൂടുതലായിട്ട് പലരും കമൻ്റ് ചെയ്ത ചീര, അത് ഇതാണ്. ഇതിന് പലരും മാംഗ്ലൂർ ചീരയെന്നും മലേഷ്യൻ ചീരയെന്നും പിന്നീട് സാമ്പാർ ചീരയെന്നും ഒക്കെ വിശേഷിപ്പിച്ച് കാണുന്നു. ശരിയായിരിക്കാം, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് ശരിക്കും ഒരു കനം കുറഞ്ഞ ഒരു ഇലയാണ് ഇതിന്. കൂടാതെ ഒരു പിങ്ക് നിറത്തിലുള്ള പൂവ് ഇതിൽ ഉണ്ടാകാറുണ്ട്. ഇത് നമ്മൾ പാചകം ചെയ്ത് കഴിക്കുന്ന ഇലവർഗത്തിൽപ്പെട്ട ഒരു ചീരയാണ്. അപ്പോൾ ഇതിനും രണ്ടിൻ്റെ വ്യത്യാസം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി.